ഹായ് ഹലോ എല്ലാവർക്കും ബ്യൂണിക്കിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ അടുത്തൊരു പ്ലേസിലേക്ക് പോകണേണ്. ഇത് പക്ഷേ അത്ര നമ്മൾ വലിയൊരു വീഡിയോ ഇട്ടിടണമെന്നില്ല, വളരെ ചെറിയ വീഡിയോ ഇട്ടിടുന്നത്. കാരണം ഇവിടുത്തെ ഒരു ഭംഗി കാണുമ്പോഴത്തേന് നമ്മളങ്ങനെ കണ്ടു നിന്നു പോകും. ഇത് ലക്കം വാട്ടർഫോൾസാണ് കേട്ടോ. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഒരു ഭാഗമാണിത്. അപ്പം നമ്മൾ എൻട്രൻസ് ഇതാണ്. ഇവിടെ ഫീസ് ഉണ്ടോയെന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ല, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടുത്തെ ഒരു വെള്ളച്ചാട്ടം നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും. ഇങ്ങോട്ടല്ല, ഒരു ഇറങ്ങാൻ പറ്റിയൊരു പ്ലേസ് ഉണ്ട്. പക്ഷേ മഴക്കാലത്തൊന്നും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം ഭയങ്കര കുത്തൊഴുക്കായിരിക്കും. ആ ഒരു ഫ്ലോർ വരെയൊക്കെ വെള്ളമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാലത്തൊന്നും വരാൻ പറ്റില്ല. അല്ലാണ്ടുള്ള ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റൊക്കെയാണ് നമുക്ക് വരാനൊക്കെ ആയിട്ട് പറ്റിയൊരു സ്ഥലമുണ്ട്. സാധാരണ നമ്മളിങ്ങനെ ഒരു പ്ലേസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുന്ന ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി ലേഡീസിന് ബുദ്ധിമുട്ടുന്ന ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. ടോയ്ലറ്റ് ഉണ്ട്, ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് വായിക്കാനും സുഖമാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ. വെള്ളച്ചാട്ടത്തിലൊക്കെ നിന്നിട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലമാണ്, സേഫായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേസിലൊക്കെ വന്നിട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. കാരണം എന്തായാലും നമുക്ക് ഡ്രസ്സ് ചെയ്യാനും ഒക്കെ ആയിട്ട് റൂമൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് ഒരുപാട് ഇതുണ്ട്. ഇവിടെ ഇതിലേക്കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് ഫേൺസാണ്. അതായത് പന്നൽ ചെടി എന്ന് പറയില്ലേ, നമ്മളിപ്പോൾ ഇൻഡോർ പ്ലാന്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഒരുപാട് പ്ലാന്റുകൾ ഇവിടെ ഞാൻ കണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ക്രേസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് കാണാനായിട്ട് നല്ല രസമായിരിക്കും. കണ്ടില്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് ഈ മൂന്നാർ ഏരിയയിലോട്ടൊക്കെ വരുമ്പോൾ മെയിനായിട്ടുള്ളൊരു സംഭവം ഇതൊക്കെയാണ്. ഇപ്പോൾ ഒരു അടിപൊളി സ്ഥലത്ത് നിൽക്കണേന്ന്. മര്യാദക്ക് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് കണ്ടുകൊണ്ടിരുന്നാൽ പിന്നെ അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ഉണ്ട്, അതെന്തായാലും കാണാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.